Alhamdulillah, Rabbil Alameen. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiban, quluban khashiyah. Ya ayyuhalladhina amanu ittaqullaha wa qulu qawlan sadida. Yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad faza fawzan 'azima. Amma ba'd. Assalamu alaikum rahmatullahi wa barakatuhu. My beloved sisters. وَلَا تَحْسَبَنَّ الَّذِينَ قُتِلُوا فِي سَبِيلِ اللَّهِ أَمْوَاتًا بَلْ أَحْيَاءٌ عِندَ رَبِّهِمْ يُرْزَقُونَ. അതായത് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ശുഹദാക്കൾ അല്ലേ, അള്ളാഹു നൽകുന്ന മഹത്തായ ഓഫറുകൾ ശുഹദാക്കൾക്ക്. അള്ളാഹുവിന്റെ അടുത്ത് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലെ. സ്വാലിഹീങ്ങള്, മോമിനുകള്, എന്താണ് മുത്തക്കിങ്ങള്, മുനാഫിക്കങ്ങള്, കാഫിറുകള്, അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന വിഭാഗം ആളുകളുണ്ട്. ശുഹദാക്കള്, അംബിയ, മുർസലുകൾ, ഇവർക്കൊക്കെ ഓരോ തരം കാറ്റഗറിക്കാർക്കും അവരുടെ അമൽ സ്വാലിഹാത്ത് അനുസരിച്ചിട്ടുള്ള ദറജകളും പദവികളും ഒക്കെ ഉണ്ട്, ഓഫറുകളും. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് ശുഹദാക്കൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തരമായ ഓഫറുകളാണ് അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ സ്വർഗത്തിലെ ഫുഡും കഴിച്ച് അടിച്ച് പൊളിച്ച് കവർ ജീവിതം ആസ്വദിക്കുന്ന ഒരു സത്യവിശ്വാസിയാണ് ആര്? ശുഹദ അല്ലെ. ലെറ്റസ് സെർച്ച്, നമുക്ക് പരിശോധിക്കാം അവർക്ക് എന്തെല്ലാം അള്ളാഹു കൊടുക്കുന്നത് നമുക്കും അറിയണല്ലോ. എങ്കില് നമുക്കൊരു കൈ നോക്കാം അല്ലെ. ഖബർ ജീവിതം പാമ്പും തേളും കൂരിരുട്ടും മലക്കുകളെ ദണ്ടുകളെ കൊണ്ടുള്ള അടിയും ഖബറിന്റെ ഇടുക്കവും അല്ലെ, എല്ലാ രീതിയിലും നമ്മൾ ആകെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഖബർ ജീവിതത്തിന് ഉണ്ടാവുക. രണ്ടു നേരവും സത്യവിശ്വാസികളാണെങ്കിൽ സ്വർഗം കാട്ടിക്കൊടുക്കും, പിന്നെ കാഫിറുകളാണെങ്കിൽ അവർക്ക് നരകം കാട്ടിക്കൊടുത്ത് ഇങ്ങനെ പേടിപ്പിക്കും. മാത്രമല്ല നരകത്തിലെ അനുഭൂതികളൊക്കെ തന്നെ ആയിരിക്കും അവിടെ അവർക്ക് കിട്ടുക. ചാട്ടവാറണ്ട അടിയും പിന്നെ ഇരുടും കൂരിരുടും പാമ്പും തേളും. പിന്നെ ഒരാൾ അവിടെ കെട്ടത് ഇവിടെ പറഞ്ഞോൽക്ക് ഒരു ചെവി കൂടെ പാമ്പ് കയറി മറ്റേ ചെവി കൂടെ വരും. അങ്ങനെ ഒരുപാട് ഒട്ടനവധി ശിക്ഷകളുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല അല്ലെ. അപ്പൊ മൻ റബ്ബുക്ക മൻ ദീനുക്ക എന്നൊക്കെ ഇങ്ങനെ ചോദ്യം വരും. ആ ചോദ്യത്തിനും അപ്പൊ നമുക്ക് ശരിക്കും പച്ചമലയാളത്തിൽ ചോദിച്ചാലും അറബി ചോദിച്ചാലൊക്കെ നമ്മൾ കൂളായിട്ട് പറയുന്ന ചെറിയ ചെറിയ വൺ വേർഡ് ക്വസ്റ്റ്യൻസാ. പക്ഷെ അത് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് ഒരു പ്രത്യേക ലെവലിൽ അള്ളാഹുവായിട്ട് അടുത്തവർക്കും സത്യവിശ്വാസികൾക്കും മാത്രമേ പറയാൻ കിട്ടുള്ളൂ അല്ലെ. മൻ റബ്ബുക്കാന്ന് വെച്ച് പിന്നെ ചോദ്യം കേട്ടിട്ടില്ല ഇരുമ്പിന്റെ ഇതുണ്ടോണ്ട് ഒരൊറ്റടിയാണ്. അട്ടഹാസം എന്ന് പറയുന്നത് മനുഷ്യനും ജിന്നുകളും അല്ലാത്തവരൊക്കെ കേൾക്കുന്ന ഖബറിനുള്ളിലുള്ള അട്ടഹാസം അത്രയും ഭയങ്കര ഭയാനകമാണ് ഖബറിലെ ശിക്ഷ. ആ ഭയാനകമായ ഖബറിന്റെ ശിക്ഷയിൽ ഇരിക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാവിധ ഫെസിലിറ്റിയോട് 5 സ്റ്റാർ ഫെസിലിറ്റി ഫുഡും കഴിച്ച് സ്വർഗവും കണ്ട് കിടക്കാന്ന് ഒരു മഹത്തായ ഭാഗ്യല്ലേ. അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഓഫറുകളെ കുറിച്ചാണ് എന്റെ ഫസ്റ്റ് പാട്ട്, ശുഹദാക്കൾക്ക് ഓഫർ. അത് കഴിഞ്ഞ് ശുഹദാവ് ആകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളൊക്കെ ചിലപ്പോ ഇതുവരെ ദുആ ചെയ്തിട്ടും കൂടി ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു ദുആ ഫോം, ഒരു ദുആ കണ്ടത് കൊണ്ട് പിന്നെ ദുആ ചെയ്തു എന്നല്ലാണ്ട് മനസ്സ് തട്ടി ഒന്ന് ദുആ ചെയ്തിട്ട് പോലും ഉണ്ടാവൂല. കാരണം അതെന്താന്ന് അറിയണല്ലോ, എങ്കിലല്ലേ നമുക്ക് ദുആ എടുക്കാൻ പറ്റുള്ളൂ. അന്നാറു യോറദൂന ഒതുവം ഭാഷിയ, നരകം രാവിലെയും വൈകുന്നേരവും കാണിച്ചു കൊടുക്കും. യൗമ തഖൂമു സ്സാ, അന്ത്യദിനം വരുന്നത് വരെ. ഉദ്ഖുലുൽ ആല ഫിർഔന അശദ്ദുൽ അദാബ്, അതായത് സൂറത്ത് 46-ാമത്തെ വചനാണ്. അതില് 2 നേരം നരകം കാണിച്ചു കൊടുക്കും. അതായത് ഭയങ്കര അദാബുകളാണ് ഫിർഔന്റെ ആൾക്കാർക്ക്. ഫിർഔന്റെ ആളെ പോലെ തന്നെ തമ്മിൽ ഭേദം നിൽക്കുന്ന ഒരുപാട് കാഫിറുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ. അവരെ അവസ്ഥ തന്നെ. യഫഅലുല്ലാഹു മാ യശാ, അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവൻ പ്രവർത്തിക്കൂലേ. അവിടെ ആരതുമില്ല. അമ്റും മിൻ എന്തിനാ, എല്ലാ കാര്യങ്ങളും നമ്മുടെ പക്കൽ നിന്നാണ് തീരുമാനം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുമൊഴിക്ക് എതിർമൊഴി ഇല്ല. ആരോണ്ട് അവിടെ? ആരുമില്ല. ആർക്കൊന്നും അവിടെ ഒരു വോയിസ് ഇല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ ആണെന്ന്, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ വധിക്കപ്പെട്ടവരാണെന്ന് വിചാരിക്കരുത്. അവർ നാഥന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹു ഉപജീവനം നൽകിക്കൊണ്ടേയിരിക്കുന്നു.
അവരുടെ ആത്മാക്കൾ പച്ചക്കിളിയുടെ ഭാഗതാക്കുന്നു. അവയ്ക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ തൂക്കിയിട്ട റാന്തലുകൾ ഉണ്ട്. സിംഹാസനത്തിലെ തൂക്കിയിട്ട റാന്തലുകൾ ഉണ്ട്. സ്വർഗത്തിൽ അവക്ക് ഇഷ്ടമുള്ളിടത്ത് സ്വതന്ത്രമായി വിഹരിച്ച ശേഷം ആ റാന്തലുകളിൽ അവർ അഭയം തേടുന്നു. അപ്പോൾ അവരുടെ നാഥൻ അവരെ എത്തി നോക്കി ചോദിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ആശിക്കുന്നുണ്ടോ? എന്താ അല്ലേ പത്രാസ്, സ്വർഗത്ത് പോകുന്നു കേട്ടിക്കണ് അല്ലെ, ഒരുപാട് അമലുകൾ ചെയ്ത്. ഇത് സ്വർഗത്തിലെത്തി അതിന്റെ ഏറ്റവും ടോപ്പിലാണ് അള്ളാഹു നിൽക്കുന്നത് അല്ലെ. അതിന്റെ മുമ്പിൽ അതിന്റെ മേലെ ഒരു നദി ഉണ്ടോന്ന്, വെള്ളത്തിന്റെ മേലെ അർഷിന്റെ മേലെ അള്ളാഹു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സിംഹാസനത്തിൽ തൂക്കിയിട്ട റാന്തലിന്റെ ചുറ്റും പറന്ന് കളിക്കും പോലെ പച്ചക്കിളി ആയിട്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ആർക്കാണ് റബ്ബേ ഭാഗ്യം കിട്ടുക. അപ്പൊ അവരോട് അള്ളാഹു ചോദിക്കുമല്ലേ, നിങ്ങക്ക് എന്തെങ്കിലും എത്തി നോക്കിയിട്ട് ചോദിക്കുമോ, നിങ്ങക്ക് എന്തെങ്കിലും ആശിക്കുന്നുണ്ടോ, എന്തെങ്കിലും വേണോ? അപ്പൊ ഞങ്ങൾക്ക് എന്ത് ആശിക്കാനാണ്? സ്വർഗത്തിൽ ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് വിഹരിക്കുമ്പോൾ അങ്ങനെ 3 തവണ ആവർത്തിച്ച് ചോദിക്കുന്നു, പിന്നെയും ചോദിക്കും പോലെ. അപ്പൊ പക്ഷികൾ പറയും പോലെ നമ്മൾ എന്താ ആഗ്രഹിക്കാൻ, ഇഷ്ടമാതിരി ഇവിടപ്പം തന്നെ ഓൾറെഡി ഉണ്ടല്ലോ, ഇനിയും ചോദിക്കാനോ എന്നുള്ള. ഇനിയും ചോദ്യം ചെയ്യപ്പെടാതെ അവരെ വിട്ടേക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, നാഥാ, നിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വധിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ ആത്മാക്കളെ ശരീരത്തിലേക്ക് തന്നെ നീ മടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ലെന്ന് കണ്ട് അള്ളാഹു അവരെ അവരുടെ പാട്ടിന് വിടുന്നു. കാരണം ആ ഫെസിലിറ്റി ഒക്കെ വെച്ചിട്ട് അതൊക്കെ എന്ന് പറയുന്നത് ഒന്നിന് മെച്ചാണ് അല്ലെ. എന്താണ് മാല അയിനും റാത്ത് മാല ഉദനും സമയത്ത് വല ഖത്തറ അല ഖൽബിൽ ബഷർ. ഒരു ഹൃദയത്തിലും തോന്നിയില്ല, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്. ആ ഒരു ഫെസിലിറ്റി സൗകര്യമൊക്കെ ഒന്ന് വേറെ തന്നെ. അങ്ങനെ കിടക്കിടക്ക് ഇങ്ങനെ സ്വർഗത്തിൽ ഓരോന്ന് ആലോചിച്ച് പോകും. നല്ല നല്ല റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഭൂമിയിൽ മനുഷ്യർ ഇത്രയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹുലേ, അള്ളാഹു എന്തായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാക്കി വെക്കുക. അതൊക്കെ കവിഞ്ഞിട്ടായി പക്ഷികൾ പറക്കുന്നത്. അവര് പറന്നിട്ട് അള്ളാന്റെ ഇതിന്റെ സിംഹാസനത്തിന്റെ മേലെയുള്ള റാന്തലമ പോയി ഇരിക്കുന്നു. അത് എത്തിപ്പോയി അവരെ സ്ഥാനമല്ലേ. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ആർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുക? ഞാനിപ്പം വായിച്ച ഹദീസ് ഉണ്ടല്ലോ, മുസ്ലിം, തുർമുദി, നസായി, ഇബ്നു മാജ, ഇവരും 4 പേരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരിച്ചവരെന്ന് വിചാരിക്കരുത്. അവര് ജീവിച്ചിരിക്കുന്നവരാണ്. 1. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയാൽ അവന് സ്വർഗം നിർബന്ധമായില്ലേ, വജ്ബത്ത് ലഹു ജന്ന. 2. അപ്പൊ ഞാൻ മുകളിൽ ഓതി വെച്ച ആയത്തിന്റെ വിശദീകരണം പറയാം. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത്ത. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചു പോയവരാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത് ഖുർആന്റെ ആയത്താണ് കേട്ടോ. സൂറ ആൽ ഇംറാനിലെ 169, ആയ നമ്പർ 169. ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. സത്യത്തിൽ അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പം അവരെവിടാന്ന് വെച്ചാൽ സ്വർഗത്തിൽ നടന്ന സ്വർഗം കിട്ടും, സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു തട്ട് കിട്ടും, എന്തൊക്കെ ഉള്ളു. അപ്പൊ അടുത്തത് എന്താ വെച്ചാൽ ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ഹോണസ്റ്റി അല്ലെ. സത്യസന്ധത കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ. നമ്മളൊരു എന്ത് കാര്യത്തിനും അല്ലേ നമുക്കറിയാം, എന്ത് അമല് ചെയ്താലും അതിന് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ സത്യസന്ധത ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ, ഹസൻ അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നസബിന് അലിയൻ ഖാല ഹഫിൽതു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാമാ യരീബുക ഇലാ മാലാ യരീബുക ഫ ഇന്ന സ്വിദ്ക തുമിയതു ഫ ഇന്നൽ കദിബ സീനത്തു. അതായത് സംശയമുള്ളത് ഒഴിവാക്കി സത്യം മാത്രം സ്വീകരിക്കുക. എന്തുകൊണ്ടെത്താൽ സത്യം മനസ്സമാധാനവും അസത്യം അസ്വസ്ഥതയുമാകുന്നു അല്ലേ. അപ്പം സത്യസന്ധമായിട്ട് ജീവിക്കുന്ന പക്ഷം നമുക്ക് എന്താക്കും, മനസ്സമാധാനം ധാരാളമായിട്ട് ലഭിക്കും. നമ്പർ 1. പിന്നെ പ്രതിസന്ധികളിൽ തുറവി ലഭിക്കും.
അതായത് ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ കഥ നമുക്കറിയാം അല്ലേ? സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാം ഗുഹയിൽ അകപ്പെട്ട ആൾക്കാരെ കഥ. അപ്പോൾ ഈ 3 ആളുകൾ തങ്ങൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് പടച്ചവൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി സത്യസന്ധമായി അവർ ചെയ്ത പുണ്യകർമ്മങ്ങളായിരുന്നു അല്ലേ? അപ്പം നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ അതിൽ നിന്ന് തുറവി ലഭിക്കുവാനും സത്യസന്ധത ഒരുപാട് ഉപകാരപ്പെടും. അതിൻ്റെ ഹദീസുകൾ വേറെയും വരുന്നുണ്ട് കേട്ടോ, ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ പാപമോചനവും മഹത്തായ പ്രതിഫലവും. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി എന്ന് പറഞ്ഞിട്ടില്ലേ? സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഒരു ആയത്തുണ്ട്, വളരെ സുദീർഘമായ ആയത്താണ്. അതായത് പ്രഥമനുഷ്ഠിക്കുന്ന അള്ളാഹുവിൽ കീഴ്പ്പെടുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ, സ്ത്രീകൾ സത്യസന്ധരായ പുരുഷന്മാർ, ക്ഷമാശീലരായ പുരുഷന്മാർ, സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ, സ്ത്രീകൾ, ഇങ്ങനെ പറഞ്ഞ് അവസാനം ധാരാളമായി ഓർക്കുന്നവരായ പുരുഷന്മാർ, സ്ത്രീകൾ, ഇവർക്കും തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും നൽകിയിരിക്കുന്നു. ഇതിലും എന്തുണ്ട്? സത്യസന്ധന്മാരുണ്ട് അല്ലേ? ഈ വിഷയത്തിലും സത്യസന്ധന്മാരുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം പാപമോചനമുണ്ട്, പ്രതിഫലമുണ്ട്, കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധികളിൽ തുറവി ലഭിക്കും, പിന്നെ മനസമാധാനം ലഭിക്കും. ഇനി ഒരുപാടുണ്ട് സ്വർഗം. അതായത് ഖാല അല്ലാഹു ഹാദൽ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖഹും. അതായത് ഇന്നേ ദിവസം ആളുകൾക്ക് അവൻ്റെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമായിരുന്നു അല്ലേ? അപ്പം നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്താലും അവിടെ ഉപകാരം. അപ്പോൾ സത്യസന്ധത എസ്പെഷ്യലി ഉപകാരപ്പെടും. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവർക്ക് താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികളുണ്ട്. അതിൽ ഖാലിദീന ഫിഹ അബദാ. ഒരിക്കലും അതിൽ നിന്ന് ആരും ഒന്ന് പുറത്തു പോയിക്കോന്ന് പറയൂല അല്ലേ? റളിയല്ലാഹു അൻഹു വറളു അൻഹു ദാലിക ഫൗസുൽ അലീം. സ്വർഗമുണ്ട്, അതിൽ നിത്യവാസികളായിരിക്കും. അതിൽ താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന അരുവികളുണ്ട്. നമ്മളെ വയനാട്ടിലെ പോലെ ഭൂകമ്പം ഉണ്ടാകുന്ന, ഉരുൾപൊട്ടലുണ്ടാകുന്ന, മഴവെള്ളപ്പാച്ചിലുണ്ടാകുന്ന അരുവിയാണോ? അല്ല അല്ലേ? നിർഭയരായിട്ട് സന്തോഷഭരിതരായിട്ട് ഏത് സമയം കുട്ടികളും ഭർത്താവും മക്കളൊക്കെ അവിടെ പാർത്താലും അവിടെ ഉരുൾപൊട്ടലോ നാശനഷ്ടങ്ങളോ നദി കരകവിഞ്ഞൊഴുകലോ ഒന്നും ഉണ്ടാവില്ല അല്ലേ? മനസമാധാനത്താലുള്ള ഒരു ജീവിതമായിരിക്കും അല്ലേ? മാത്രവുമല്ല റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു അവരിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പം 5-6 ക്വാളിറ്റീസായി. പിന്നെ ഇബ്നുൽ ഖയ്യൂം റഹിമഹുള്ള പറയുന്നു, ഈമാനിൻ്റെ അടിസ്ഥാനം സത്യസന്ധതയാണ്, നിഫാഖിൻ്റെ അടിസ്ഥാനം കളവുമാണ്. ഈമാനും നിഫാഖും യോജിക്കുകയില്ല, ഒന്ന് മറ്റൊന്നിനെ കീഴ്പ്പെടുത്താതെ. അള്ളാഹു പറഞ്ഞു, നാളെ അന്ത്യനാളിൽ അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയോ നേട്ടമോ ഉണ്ടാകുകയില്ല അവനോടുള്ള സത്യസന്ധത കൂടാതെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് അമലുകളൊക്കെ ആയിട്ട് നമ്മൾ പോയെങ്കിൽ ഈ സത്യം അല്ലാണ്ട് പറയുന്നവരൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്തിനു വേണ്ടിയാണ് കളവ് പറഞ്ഞത്? ആക്ച്വലി കുറേ കളവ് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? ആ നേട്ടങ്ങൾ എവിടെ അല്ലേ? താൽക്കാലികമായിട്ടുള്ളൊരു സുഖം, താൽക്കാലികമായൊരു അനുഭൂതി, അത് മാത്രമാണ് അതിൽ ലഭിക്കുന്നത് അല്ലേ? വേറൊന്നുമില്ല. അപ്പോൾ എന്ത് വിഷയം വന്നാലും, പൈസൻ്റെ വിഷയമാണെങ്കിലും വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിലും ഒക്കെ സത്യം മാത്രമേ പറയൂ എന്നങ്ങ് അമർത്തി വിശ്വസിക്കുക അല്ലെ? ചില ലേഡീസ് ചോദിക്കും, നമ്മൾ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാവോ? നമ്മളെ പൈസ അല്ലേ? പക്ഷെ ആക്ച്വലി അത് തരുന്ന ഭർത്താവാണെങ്കിൽ നമുക്ക് ഒരിക്കലും എടുക്കാൻ പാടില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് തരുന്ന, എന്ത് ചോദിച്ചാലും തരുന്ന ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എടുത്താലും അത് കളവ് തന്നെ ആയിരിക്കും. അതേസമയം ഒന്നിനും തരൂല, എന്ത് ചോദിച്ചാലും ഉടന്ത് ന്യായങ്ങൾ പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ഞെരിഞ്ഞ് പല ബുദ്ധിമുട്ടി കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത്രക്കാരുടെ കീശയിൽ നിന്ന് എടുക്കാമെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും സൂക്ഷ്മത എടുക്കാതിരിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകാരപ്പെടുന്ന ദിവസമാണ്. പിന്നെ അവർക്ക് പരിശുദ്ധരായ ഇണകളും ഉണ്ടാവും അല്ലേ? ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു അല്ലേ? ലഹും അസ്വാജും മുത്തഹറ എന്നാണ് പറഞ്ഞത്.
ഖുർആനിൽ. അവർക്ക് പരിശുദ്ധരാക്കപ്പെട്ട ഇണകളുണ്ടാവും. നരകശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കണേന്ന് അവർ പ്രാർത്ഥിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും സത്യം പാലിക്കുകയും ഭയഭക്തിയുള്ളവർ, അത് നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ് അല്ലേ. അവർ ഒരുപാട് ക്വാളിറ്റീസ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ ലൈഫിൽ വന്നു തുടങ്ങും അല്ലേ. ക്ഷമ തന്നാലെ വന്നോളും, ഭയഭക്തി ഉണ്ടാകും, രാത്രിയിലെ നിസ്കാരം കറക്റ്റായി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും സാധിക്കുന്നു കേട്ടോ. സത്യം പറയുന്നില്ലെങ്കിൽ പലരും സംസാരിക്കുന്ന കൂടെ പോയി കൂടിക്കൊടുത്ത് അതിൻ്റെ പിന്നിലൊരു തള്ളിട്ട് കൊടുക്കാനുള്ള തോന്നലുണ്ടാവില്ല. കാരണം അതിലൊക്കെ പലതും തെറ്റുണ്ടാവും അല്ലേ. പിന്നെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇപ്പോൾ ഇവിടെ ആർഭാട കപ്പലായിട്ട് നമുക്കറിയാം അല്ലേ, ഭയങ്കര ആർഭാട കപ്പലിന് പറയുന്ന പേരാണ് ക്രൂസ്. അതിലെന്താണ് അതിൻ്റെ അകത്ത് നമ്മളാരും കയറിയിട്ടുണ്ടാവില്ല, കയറിയവരും ഉണ്ടായിരിക്കാം. അഥവാ കയറിയാൽ ബേജാറായിപ്പോൾ അതിന് മാത്രം സൗകര്യങ്ങളായി. എന്തെന്ത് 7 സ്റ്റാർ ഫെസിലിറ്റി റൂമുകൾ. ആ റൂമിലില്ലാത്തതൊന്നും ഉണ്ടാവില്ല കപ്പലിൻ്റെ അകത്തിട്ടോ. ഫുട്ബോൾ കോർട്ട്, ഗാർഡന്, പിന്നെ എന്തെല്ലാം സൈസ് ഫുഡുകളാണ് റബ്ബേ. കോണ്ടിനെൻ്റലും അമേരിക്കനും ഇന്ത്യനും അറേബ്യനും ചൈനീസും പറഞ്ഞില്ലേ, അവിടെ ഇല്ലാത്ത ഫുഡുകളൊന്നും ഉണ്ടാവില്ല. ഒരു 10 ദിവസത്തേക്കൊക്കെ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ഭയങ്കര സ്വർഗത്തിൻ്റെ ഭൂമിയിലുള്ള ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് എന്ന് വേണം ക്രൂസ് പറയാൻ അല്ലേ. അത്രയും സുഖ സൗകര്യങ്ങളാണ്. അപ്പോൾ ഈ ക്രൂസിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നോക്കും. കാരണം അത് നോക്കുന്നതെന്ന് വെച്ചാൽ ക്രൂസ് പോകാൻ പുതിയതായിട്ട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ നമുക്ക് നാളെ പരലോകത്ത് ഇതിനേക്കാളും മുന്തിയ അല്ലേ ഒരു മാല ഹൈനൂറകത്ത് മാല, പിന്നെ മാല ഉദിനും സമയത്ത് ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതുമായ സൗഭാഗ്യങ്ങൾ തരുന്ന സ്വർഗത്തിൽ എന്തെല്ലാം കിട്ടുമെന്നുള്ളത് ഏകദേശം അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് സൗഭാഗ്യങ്ങൾ കണ്ടാൽ ബേജാറായിപ്പോൾ ഇനിയൊരു ബ്രാൻഡ് വിസ്കിയും ബ്രാൻഡിയും ഒന്നും അതും ഉണ്ടാവില്ല. അതൊക്കെ കൊണ്ട് പെണ്ണും കള്ളും എല്ലാം ഉണ്ടാവും. ഇവിടുത്തെ ക്രൂസല്ലേ, ദുനിയാവിലെ ക്രൂസല്ലേ. അപ്പോൾ അത്രയും സുഖ സൗകര്യങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയും നാളെ പരലോകത്തെ ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹ അൻഹാറിൽ ഉണ്ടാവാൻ പോകുന്ന ക്രൂസിൻ്റെ ഒരു ഹരം അല്ലേ. അവിടെ കള്ള് കുടിക്കാമല്ലോ, കള്ളും ഹലാലാണല്ലോ അല്ലേ. അതൊക്കെ അനുഭവിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടേ പറ്റും. അങ്ങനെ ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് സൂക്ഷ്മത പാലിച്ചേ പറ്റും. അപ്പോൾ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കവിടെ അനുവദിച്ച് തരും. എന്നിട്ട് ഇനിയും നിങ്ങൾക്ക് എന്തോ വേണോ എന്ന് അല്ലാഹു ചോദിക്കും അല്ലേ, ഇനിയും അത് അധികരിപ്പിക്കണോ. കഥമസ്വിതക്കൻ എന്നറിയുന്നത് അതായത് ദാസന്മാർക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇതാണ്. സത്യവിശ്വാസികൾ അവരുടെ രക്ഷിതാവിൻ്റെ സത്യത്തിൻ്റെതായ ഒരു പദവിയുണ്ട്. അതാണ് കഥമസ്വിതക്കൻ അല്ലേ, മഖാദ സിദ്ഖൻ എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള പദവികളിലേക്കൊക്കെ അള്ളാഹു നമ്മെ ഒന്ന് ഓഫാക്കണേ. അപ്പോൾ അത്തരത്തിലുള്ള പദവികളിലേക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എത്തിക്കട്ടെ അല്ലേ. അത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ധർമ്മനിഷ്ഠ പാലിച്ചവർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉദ്യാനത്തിലും അരുവികളിലുമായിരിക്കും. സത്യത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ അല്ലേ, ഫീ മഖാദ സിദ്ഖിൻ ഇൻദ മലക്കിൻ മുഖ്തദിർ. അതായത് സത്യത്തിൻ്റെ രാജാവിൻ്റെ ശക്തനായ രാജാവിൻ്റെ അടുക്കൽ ഒരു ഇരിപ്പിടം അല്ലേ. അത് നമ്മളെപ്പോഴും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പിന്നെ ഈ മുദഖല സിദ്ഖൻ, മുഖറജ സിദ്ഖൻ, ലിസാന സിദ്ഖൻ, ഖദമ സിദ്ഖൻ ഇങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യാഖ്യാനപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് സത്യസന്ധന്മാരുടെ ഓരോ പദവികളായിട്ട് വ്യാഖ്യാനിച്ചതായിട്ട് കാണാം അല്ലേ ഇൻഷാ അല്ലാ. പിന്നെ സത്യസന്ധത മുഅ്മിനുകളുടെ അടയാളമാണ് അത്ര. അപ്പോൾ നമ്മൾ മുഅ്മിനായി എന്ന് നമുക്ക് മനസ്സിൽ തോന്നണമെങ്കിൽ നമ്മൾ സത്യസന്ധത പാലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരും അല്ലേ, അങ്ങോട്ട് മുഅ്മിനിൻ്റെ അടുത്ത് മുത്തഖിൻ്റെ അടുത്തൊക്കെ എത്തും. അതായത് വല്ലദീന ആമനു ബില്ലാഹി വറസൂലി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ, അവർ തന്നെയാണ് സത്യവാന്മാർ അല്ലേ. അള്ളാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിച്ചവരാരോ അവർ തന്നെയാണ് രക്ഷിതാവിൻ്റെ അടുക്കൽ സത്യവാന്മാരും സത്യസാക്ഷികളും. അവരുടെ പ്രതിഫലവും അവരുടെ പ്രകാശവും ഉണ്ടായിരിക്കും. അവർക്കൊരു, അതായത് ഞാൻ പറഞ്ഞില്ലേ അള്ളാഹും അദ്ഖിലിനി മുദ്ഖല സിദ്ഖ എന്ന് പറയുന്നത് നമുക്കൊരു പ്രകാശം ഉണ്ടാവും അവിടെ അല്ലേ.
അവരുടെ പ്രതിഫലവും അവർക്ക് നല്ല പ്രകാശവും. പിന്നെ സത്യനിഷേധം ഉൾക്കൊള്ളുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളയുകയും ചെയ്യുന്നവരാണോ അവരാരാണോ നരകക്കാരില്ലേ, മാതല്ല അത്തരക്കാരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ നരകക്കാരുടെ കൂട്ടത്തിൽ. സത്യവിശ്വാസികൾ അവൻ്റെ ദൂതനിൽ വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും സ്വത്തുക്കളും ശരീരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്യുന്നവരാരോ അവരാണ് സത്യവിശ്വാസികൾ അല്ലേ. അപ്പോൾ സത്യവിശ്വാസികളായി മാറിക്കഴിഞ്ഞാൽ, സത്യവാന്മാരായി കഴിഞ്ഞാൽ നമ്മളെ സ്വത്തും സമ്പാദ്യമൊക്കെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ രീതിയിലേക്ക് നമ്മൾ അള്ളാഹു അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. പിന്നെ കച്ചവടത്തിൽ ബറക്കത്ത് ലഭിക്കും അല്ലേ. ഹാക്കിം ബിൻ ഹിസാമിൽ നിന്ന് നിവേദനം ചെയ്ത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വാങ്ങുന്നവനും വിൽക്കുന്നവനും വിൽക്കുന്നിടത്ത് നിന്ന് വേർപിരിയാത്തിടത്തോളം കാലം സ്വാതന്ത്ര്യമുള്ളവനാണ്. രണ്ടാളും സത്യസന്ധത പുലർത്തുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്താൽ അവരുടെ കച്ചവടം അനുഗ്രഹമുള്ളതായി. ഇനി രണ്ടാളും കള്ളത്തരം കാണിക്കുകയും കുറവുകൾ മറച്ചു വെക്കുകയും ചെയ്താൽ അവരുടെ കച്ചവടം അനുഗ്രഹമറ്റതായി. അതായത് അങ്ങനെ കച്ചവടത്തിൽ പിന്നെ സത്യസന്ധത പാലിക്കുകയാണെങ്കിൽ അവർക്ക് ബർക്കത്ത് ലഭിക്കും. പിന്നെ സ്വർഗത്തിൽ സത്യവാന്മാർ ആരുടെ കൂടെയാണ് അല്ലേ. ആര് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ അനുഗ്രഹിച്ചവനായ അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഅ വസ്സാലിഹീന വഹുസ്ന ഉലൈക റഫീഖ. അതായത് പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചരിതർ എന്നവരോടൊപ്പമായിരിക്കും ഇവർ എത്ര. വഹസ്ന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകാർ അല്ലേ. അപ്പോൾ ഓരോ കൂട്ടുകാർ ആരൊക്കെയായിരിക്കും? നമുക്ക് ഒരിക്കലും പ്രവാചകന്മാരുടെ പദവിയിലേക്ക് ആക്ച്വലി എത്താൻ പറ്റുമോ? പ്രവാചകന്മാരുടെ വരവ് നിന്നു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാത്തിമുൻ നബിയൂനാണ്. അതിൻ്റെ മുമ്പും ആകെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടിയൊരു പദവിയാണ്. അത് നമുക്ക് കിട്ടുമോ? പക്ഷേ നമ്മൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കൂടെ പിന്നെ രക്തസാക്ഷികളെ, ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് വിശദീകരിച്ചാണ്, രക്തസാക്ഷികളുടെ കൂടെ പിന്നെ സച്ചരിതരവാനും അമലുസ്വാലിഹാത്ത് ചെയ്യുന്നവരുടെ കൂടെയാണ് നമ്മളെ സ്ഥാനം അല്ലേ. നമുക്ക് അവിടെ നല്ലൊരു പൊസിഷൻ കിട്ടും. അതുകൊണ്ട് സത്യം മാത്രം പറയുകയും സത്യസന്ധതയിലൂടെ ജീവിക്കുകയും ചെയ്താൽ ഒരുപാട് ദറജകളുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അള്ളാഹിൻ്റെ അടുത്ത് മഖാദ സിദ്ഖൻ അല്ലേ, അതായത് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അവിടെ പ്രകാശമുണ്ട്, ഒരുപാട് പ്രതിഫലമുണ്ട്, നബിമാരൊപ്പരമായിരിക്കും നമ്മൾ ഉണ്ടാവുക. പിന്നെ പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും അല്ലേ, അസ്വാജും മുത്തഹറ. പിന്നെ അവർ സ്ഥിരമായിട്ട് നരകശിക്ഷയിൽ നിന്ന് കാത്തുകൊള്ളണമേ നാഥാ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ സത്യസന്ധത മുഅ്മിനുകളുടെ അടയാളമാണ്. അപ്പോൾ നമ്മൾ സത്യസന്ധന്മാരാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മളൊരു മുഅ്മിനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അല്ലേ. മുഅ്മിനായതുകൊണ്ടാണല്ലോ നമുക്ക് സത്യസന്ധമായിട്ട് പെരുമാറാൻ പറ്റുന്നത് അല്ലേ. പിന്നെ ആർ സത്യം കൊണ്ടുവരികയും അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്തുവോ അവരാണ് മുത്തഖീങ്ങൾ അല്ലേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും പറഞ്ഞ് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ നമ്മൾ അതിൽ വിശ്വസിച്ച് ആ കർമ്മങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുത്തഖീങ്ങളായി. അവർ ഉദ്ദേശിക്കുന്നതെല്ലാം മുത്തഖീങ്ങളായി കഴിഞ്ഞാലോ അവർ ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കും അല്ലേ. അവർക്ക് ഏറ്റവും നല്ല അമലുസ്വാലിഹാത്ത് ചെയ്യുന്നവരുടെ കാറ്റഗറിയിലേക്ക് അവർ ഉയർത്തും. വെരി ബാഡ് വേഴ്സായ കാര്യങ്ങൾ പോലും അവരുടെ ഇടയിൽ നിന്ന് അവരുടെ തെറ്റുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. അത് വലിയൊരു ക്വാളിറ്റി അല്ലേ. നമ്മളെ തെറ്റുകളെ പിന്നെ തെറ്റുകളുടെ ഏറ്റവും മോശമായ കാര്യങ്ങൾ പോലും മായ്ച്ചു കഴിഞ്ഞ് നമ്മുടെ മീസാനിൽ നല്ല കരം ആയിരിക്കും അല്ലേ. പിന്നെ ഉത്തമമായ പ്രതിഫലം നൽകപ്പെടും. ഇതൊക്കെ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ്. പിന്നെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അതായത് സ്വത്തുക്കൾ കൊണ്ടും പിന്നെ ശരീരം കൊണ്ടും അവർ പിന്നെ ജിഹാദ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. പിന്നെ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചെയ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ശ്രേഷ്ഠൻ ആരാണെന്ന്? സത്യസന്ധമായ നാവുള്ളവൻ എന്നാണ് നമുക്കറിയാം. മഖ്മൂം
അതായത് ഹൃദയം എന്നാൽ എന്താ? പരിശുദ്ധനും സൂക്ഷ്മയുള്ളവനുമായ ഒരു തിന്മയോ അക്രമമോ വഞ്ചനയോ ഇല്ലാത്ത ഹൃദയം, അല്ലേ? അപ്പോൾ നമ്മൾ സത്യസന്ധനായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ആ രീതിയിലേക്ക് അങ്ങ് മാറി തുടങ്ങും, അല്ലേ? ശ്രേഷ്ഠന്മാരെ കൂട്ടത്തിൽ മോമിനാവും, മുത്തക്കിയാവും, ശുഹദാവും, എന്തെല്ലാം ക്വാളിറ്റികളാണ് പ്രൊവൈഡ് ചെയ്യുന്ന റബ്ബേ. പിന്നെ സൂറത്ത് നിസായിൽ 69th നമ്പർ 69ൽ വമൻ യുത്തിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അത് പിന്നെ പറയുന്നത് തന്നെ. പിന്നെ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിച്ചവർ അവർ രക്തസാക്ഷികളോടൊപ്പം, അല്ലേ? അപ്പോൾ ഹസ്ന ഉലായിക്ക റഫീഖ്, എത്ര നല്ല കൂട്ടുകാരോടൊപ്പമായിരിക്കും അവർ. അപ്പോൾ ആ കൂട്ടുകാരെ ലഭിക്കും. പിന്നെ സൂറത്തു നബയിൽ 38 ആയത്തിൽ യൗമ യഖൂമു റൂഹു വൽ മലായിക്കത്തു സഫാ, അതായത് റൂഹും മലക്കുകളൊക്കെ സഫായിട്ട് നിൽക്കുന്ന സമയം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സ്വവാബാ. അന്നേ ദിവസം ഒരേ ഒരു കൂട്ടരാ സംസാരിക്കുക. ആരാന്നറിയാവോ നിങ്ങൾക്ക്? നാളെ മഹ്ശറയിൽ ഹാജരാക്കുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രമേ സത്യം പറഞ്ഞോളൂ. ഇല്ലൽ മുസദ്ദിഖൂൻ, അല്ലേ? സത്യം പറഞ്ഞവർക്ക് മാത്രമേ അള്ളാന്റെ കോടതിയിൽ മിണ്ടാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവരൊക്കെ എങ്ങനെ അള്ളാഹിനോട് സംസാരിക്കുക? അവരൊക്കെ കൈകളും കാലുകളുമായിരിക്കും സംസാരിക്കുക, അല്ലേ? സൂറത്തുൽ യാസീനിൽ പറഞ്ഞ പോലെ അവരുടെ കൈകളും കാലുകളുമായിരിക്കും സംസാരിക്കുക. അന്ന് സത്യം പറഞ്ഞവർക്ക് ഈ കോടാനക്കോടി ജനങ്ങളുടെ മുമ്പിൽ കൂസലില്ലാണ്ട് അള്ളാഹിനോട് സംസാരിക്കാൻ പറ്റൂലേ? എന്തോരം സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്തോരു വലിയൊരു ക്വാളിറ്റിയാണത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ എല്ലാം ഒരു കാര്യവും പോയിന്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു കളവും പറയാൻ പോണ്ട. സത്യം തന്നെ പറഞ്ഞു നോക്കി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മളെ ജീവിതത്തിൽ. നമുക്കതൊരു ലൈഫ് റുട്ടീനായി മാറും. എന്താ അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരോടും, പക്ഷെ പറയാൻ പറ്റാത്തവരോട് പറയണ്ട. ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റൂലല്ലോ, അത് പറയണ്ട. പറയാനിപ്പോൾ നമ്മളെ വായിൽ കൈയിട്ടൊന്നും ആർക്കും മാന്തിച്ച് പറയാനുള്ള ഇതില്ലാലോ. അപ്പോൾ പറയാൻ പറ്റാത്തത് പറയണ്ട, പറയുന്നത് സത്യം തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ദാലിക യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. അതത്രേ മഹത്തായ സുദിനം. അങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണം? ഇങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഓഫറുകളാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. ഒരു 10-22ഓളം, അല്ലേ? മോമിനായിരിക്കും, ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കും, പിന്നെ അസ്വാജും മുത്തഹറ ലഭിക്കും, പിന്നെ ജന്നാത്തുൽ ഫിർദൗസ്, ജന്നാത്തു തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ആണെങ്കിൽ അത് ഒരു വല്ലാത്തൊരു തഹ്തിഹൽ അൻഹാർ തന്നെ ആണല്ലോ, അല്ലേ? ഇവിടെ അങ്ങനത്തെ ഒരു പുഴയോ അരുവിയൊക്കെ തന്നാൽ നമ്മളെപ്പോഴും നെഞ്ച് കൈപ്പിടിച്ച് ഉറങ്ങണം, അല്ലേ? രാത്രി ആവണമെന്നില്ല, പകലൊന്ന് നല്ല ആക്കത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കളിച്ചാൽ പെട്ടെന്ന് മലവെള്ളപ്പാച്ചൽ വന്നിട്ട് എത്ര ആളുകളാണ് ഒഴുക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ പല നദിക്കരയിൽ. അതുപോലത്തെ നദിയാണോ സ്വർഗത്തിലെ നദിയല്ല, സ്വർഗത്തിലെ നദിക്ക് അതിൻ്റെതായ ബെനഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. ഇപ്പോൾ നമ്മളെ ഈ ക്ലാസ് കേട്ട എല്ലാവരും ഒരു 21 ദിവസം വരെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളന്ന് കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് മീറ്റപ്പ് ചെയ്യുമ്പോൾ കാണാം. എന്നിട്ട് ആരൊക്കെ അത് പ്രാക്ടീസ് ചെയ്തു, ആർക്കൊക്കെ അത് റിസൾട്ട് കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും, അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് അതിന് വേണ്ടി ട്രൈ ചെയ്യും കേട്ടോ. എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. കുറച്ച് ദിവസം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അത്യുന്നതമായ പോസ്റ്റുകളിലേക്കൊക്കെ അള്ളാഹു നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. നിങ്ങൾ അവിടെ എത്തും, യാതൊരു സംശയവും. ആരാ പറയുന്നത് ഈ വിഷയത്തിൽ നിങ്ങളോട് പറഞ്ഞത്? അധികം ഖുർആൻ വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഞാൻ ഹദീസ് വളരെ കുറച്ചേ ഉള്ളൂ, അധികവും ഖുർആൻ വചനങ്ങളാണ്. അപ്പോൾ ഖുർആൻ വചനങ്ങൾ ഒരിക്കലും, അല്ലേ, വഅദല്ലാഹിൽ ഹഖ്, അള്ളാഹു ഒരിക്കലും കളവ് പറയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് വബില്ലാഹി തൗഫീഖ്. ഞാൻ അന്നത്തെ മീറ്റപ്പിൽ വെച്ച് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും, ആരൊക്കെയാണ് ഈ സത്യം പറഞ്ഞവർ, ആരൊക്കെ സത്യം ലൈഫിൽ പാലിച്ചു എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് സത്യസന്ധന്മാരുടെ കൂടത്തിൽ സുഖാഹൃദാവാനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബന്ധങ്ങൾ തകർക്കരുത് എന്ന നിലക്ക് പറയാതിരിക്കുകയാണ് നല്ലത്. പിന്നെ പിണങ്ങിയാൽ തോന്നിയാസം കാണിക്കുക, അല്ലേ? പിണങ്ങിയാൽ പിന്നെ മുഖം കോട്ടി നടക്കുക, മിണ്ടാണ്ട് നിൽക്കുക, അവരെ കുറിച്ചിട്ട് അപവാദം പറയുക, അങ്ങനെ, അല്ലേ? അപ്പോൾ ഇതൊക്കെ ആരതാണ്? മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങളാണ്, അല്ലേ? പിന്നെ കരാറ് ചെയ്താൽ
വഞ്ചിക്കുക അല്ലേ. ഇന്നത് അമ്മക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ച് കളി. ഈ 4 കാര്യങ്ങളും നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരാണ്? ശരിക്കുള്ളൊരു മുനാഫിക്കാണ് അല്ലേ, കപടവിശ്വാസിയാണ്. കപടവിശ്വാസികളുടെ അദ്ദർക്കി അസ്ഫലി മിനൻ നാരി അല്ലേ, ഒരു കപടവിശ്വാസി നരകത്തിൻ്റെ അടിത്തട്ടിലാണ് അല്ലേ, പിശാചിനോടൊപ്പമാണ് അവൻ്റെ സ്ഥാനം. അപ്പോൾ ഒരിക്കലും ഒരു വിഷയത്തിലും, അതായത് നമുക്ക് സത്യം പറയാൻ പറ്റാത്ത ഒരുപാട് ഒക്കേഷൻസ് ഉണ്ടാവും. എല്ലായിടത്തിലൊന്നും എല്ലായ്പ്പോഴൊന്നും സത്യം പറയാൻ പറ്റൂല. അപ്പോൾ ചിരിച്ച് കളയാം. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ കുടുംബത്തിൽ, ഫാമിലി, റിലേഷൻഷിപ്പിലൊക്കെ ചില പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും ചിരി മാത്രം സമ്മാനിക്കുന്നു. എൻ്റെ റിലേറ്റീവ്സിൽ ഒരു 3-4 പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. അവരെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റോ അബദ്ധങ്ങളോ വീഴാറില്ല. അവൾ എന്ത് പറഞ്ഞാലും ചിരിക്കും. എന്തെങ്കിലും അത്രയ്ക്ക് നിഗൂഢമായ കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചാണെങ്കിൽ അവരത് പറയുന്നതിന് കാത്തു നിന്ന് നമുക്ക് മതിയാവും. കാരണം അവർ പറയൂല, അതാണ് അവരുടെ നേച്ചർ അല്ലേ. അപ്പം അങ്ങനെയും ജീവിക്കാം അല്ലേ. നമുക്ക് സ്വർഗത്തിൻ്റെ അത്യുന്നതയിൽ എത്തണമെങ്കിൽ, ഏറ്റവും നടുവിൽ വീട് വേണമെങ്കിൽ അവരെ ആറ്റിറ്റ്യൂഡ് ഒന്ന് കോപ്പി ചെയ്താൽ എന്താ അല്ലേ. അങ്ങനെ ചെയ്തു നോക്കിക്കൂടെ. കാരണം എൻ്റെ റിലേറ്റീവിൽ 2-3 സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ കണ്ടാൽ ചിരിക്കുക മാത്രം ചെയ്യും. ഇങ്ങോട്ട് വിശേഷങ്ങൾ അവർ ചോദിക്കൂല. അവർക്ക് അത് സംസാരിക്കാത്തവരാണ്. പക്ഷെ അങ്ങോട്ട് ചോദിച്ചാലും അവർ മറുപടി തരൂല. അപ്പോൾ ഒരു നല്ലൊരു പോയിൻ്റാണത്. അവർക്ക് സത്യം പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അവർ ചിരിച്ച് ഓങ്ങി നിൽക്കും. അങ്ങനെ പറയില്ല. അങ്ങനെ നമ്മൾ വേറെ എന്താ വിഷയത്തിലേക്ക് പോകണം, എന്നാലും അവരത് പറയില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നമ്മുടെ ലൈഫിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലെ മധ്യത്തിലെ വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായിട്ട് ഓഫർ നൽകുകയാണ്. അപ്പോൾ ആ ഒരു സ്വഭാവ ചേഞ്ച് നമ്മൾ തന്നെ വരുത്തണം അല്ലേ. പിന്നെ ഒരു ചോദ്യമാണ്, തമാശയ്ക്ക് കളവ് പറയുന്നതിൻ്റെ വിധി എന്താണ്? അത് പലർക്കും ഒരു വിശ്വാസമാണ്. തമാശയിലല്ലോ പറഞ്ഞാൽ അപ്പം എന്താണ് അല്ലേ. അതിൻ്റെ ഉത്തരമാണ്, തമാശയ്ക്ക് പോലും ഒരു മുസ്ലിം ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അത് അനുവദനീയമല്ല. അതായത് സംസാരിക്കുമ്പോൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന് അങ്ങേയറ്റത്തെ നാശം, അവന് നാശം. ആരാ പറഞ്ഞിട്ടുള്ളത്? ഇമാം അബൂദാവൂദാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുമ്പോൾ ഭയങ്കര നാശമാണ്. മാത്രമല്ല ഇതൊരു ശക്തമായ താക്കീതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമും എല്ലാ മുസ്ലിമും ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിലും നിർബന്ധമായും കളവുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അല്ലേ. അപ്പോൾ ഒരു കളവും നമ്മൾ വന്ന് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ തമാശ കളിയാണെങ്കിലും പൊളി പറയരുതെന്നൊരു ചൊല്ലുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതും ഓരോ കളവായിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് വിചാരിക്കാം, അപ്പോൾ ആദ്യമായിട്ടൊരു കോളേജിൽ ചെന്നൊരു ചെക്കനോട് ഫ്രണ്ട്സ് പറയാനേ ഒന്ന് ലേശം ഒരു സിപ്പ് കുടിച്ചോക്കെ, ഒരു പെഗ്ഗൊന്നും കുടിക്കേണ്ട, ഒരു സിപ്പ് ലേശമല്ലേ, ആര് കാണാനും, ഇവിടെ ബാറിലല്ല, നമ്മൾ ഫുൾ ബാറിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കുടിപ്പിച്ച്. ആദ്യത്തെ ദിവസം കുടിച്ചപ്പോൾ അവന് ഭയങ്കര ഒരു വിഷമം, മനസ്സിനൊരു ചൊറിച്ചൽ. പിന്നെയും പോയി 2ാമത്തെ ദിവസം ഒരു ലേശം മതി എല്ലാം കുടിക്കണം, അങ്ങനെ കുടിച്ച് 3ാമത്തെ ദിവസം അവനത് ചോദിച്ച് വാങ്ങി കുടിക്കും അല്ലേ. അപ്പോൾ അവനതൊരു കളവായിട്ട് ഒരു വലിയ പാതകമായിട്ട് തോന്നൂല അല്ലേ. കബറ മക്തൻ എന്തല്ല, ഇതൊക്കെ അള്ളാൻ്റെ അടുത്ത് ഭയങ്കര കുറ്റാണെന്നുള്ളത് ഓനറിയില്ല. ഓൻ പിന്നെ അതുപോലാണ് ഓരോ ചെറിയ തെറ്റും. അതായത് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയാൽ അവനെന്താ വിചാരിക്കാതെ അവൻ്റെ മേത്തൊരു മല വന്ന് വീഴുന്ന പോലെയാണ് അല്ലേ. സമയം അവിശ്വാസിയാണെങ്കിലോ ഒരു മുനാഫിക്കാണെങ്കിലോ അവൻ്റെ അടുത്ത് ഏറ്റവും വലിയ തെറ്റുകൾ പറ്റുമ്പോൾ വരെ അവനെന്താ ഈച്ച വന്നിരിക്കുന്ന വാറ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. കളവുകളാണെങ്കിലും തെറ്റുകളാണെങ്കിലും ഒന്നും ചെറുതാണെങ്കിൽ പോലും അല്ലേ, ഇനിയിപ്പോൾ പറയേണ്ട അവസരം വന്നാൽ പറയാതിരിക്കാൻ വേണ്ടി സ്ത്രീകളല്ല, നമ്മളടുത്ത് നല്ല പെൺബുദ്ധി ഉണ്ട്, നല്ല കുശുമ്പുണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഈ കുറ്റങ്ങൾ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും ശക്തമായിട്ട് നമ്മൾ വാശി പിടിക്കുക. നമ്മൾ പറയില്ല എന്ന് തന്നെ. ഈവൻ കോളേജിലെ കുട്ടികളോട്, നമ്മൾ കോളേജിൽ പഠിക്കുന്ന മക്കളായിക്കൊള്ളട്ടെ, വലിയ മക്കളായിക്കൊള്ളട്ടെ, ആൺകുട്ടികളായിക്കൊള്ളട്ടെ അല്ലേ. ഇപ്പോൾ ആൺകുട്ടികളൊക്കെ ചിലവിന് വീട്ടിൽ ഉമ്മക്ക് പൈസ അയക്കുന്ന മക്കളുണ്ടാവും. ചിലപ്പോൾ ആ മാസത്തെ പൈസ കിട്ടിയാൽ നമുക്ക് തികഞ്ഞിട്ടുണ്ടാവില്ല, അമ്മ എന്തിനൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ. പൈസ തീർന്നു പോയി. അപ്പോൾ ഓനോട് എന്ത് പറയും? കളവ് പറയും. കളവ് പറയണ്ട, സത്യം തന്നെ പറയണം. എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു മോനെ, അതെടുത്തു, ആ പൈസ മാസത്തത് തീർന്നു പോയി, അടുത്ത മാസത്തേക്ക് എനിക്ക് ഇത്ര കട ഉണ്ട് എന്ന് ധൈര്യമായിട്ട് പറയണം. ഓൻ തരുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. മോനാവട്ടെ ഭർത്താവാവട്ടെ, തരുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത്. ഞാൻ വിഷയം പറയാൻ പറ്റാത്തതാണെ പറയണ്ട, ധൈര്യമായിട്ട്
പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട, അതെനിക്കൊരാവശ്യമുണ്ട്, എനിക്ക് പേഴ്സണൽ കാര്യമാണ്, അപ്പോൾ അതിന് ഞാൻ കൊടുത്തു പോയി, എന്നോട് ചോദിക്കരുത് എന്ന് പറയാം അല്ലേ. അവർ തന്നിട്ടില്ലെങ്കിൽ അത് അള്ളാഹു തന്ന് കടം വിട്ടും അല്ലേ, ആ കടം അള്ളാഹു വിട്ടും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? സത്യസന്ധയ്ക്ക് വേണ്ടിയിട്ടാണ്. ആരാണ്ട് അൺമ്യൂട്ടാക്കിയേ? ഭയങ്കര വോയിസ്, ഒന്ന് മ്യൂട്ടാക്കണേ. പിന്നെ അബ്ദുല്ലാഹിബിന് മസൂദ് റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ സത്യസന്ധത പുലർത്തുക, സത്യസന്ധത പുണ്യത്തിലേക്ക് നയിക്കും, പുണ്യം സ്വർഗത്തിലേക്കും അല്ലേ. സത്യം പുലർത്തുകയും സത്യത്തോട് പ്രാധാന്യം കാണിക്കുകയും ചെയ്യുവൻ എന്നവൻ അള്ളാഹുവിങ്കിൽ നിന്ന് സത്യസന്ധനെന്ന് രേഖപ്പെടുത്തവരും അല്ലേ. അവൻ്റെ പേരിൽ അള്ളാഹു എന്താ? സത്യസന്ധനെന്ന് രേഖപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം അല്ലേ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും, നമ്മുടെ ഒരു വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ഒന്നും തന്നെ ഈ ഒരു കളവും ഇല്ലാതിരിക്കണം. കാരണം മറ്റുള്ളവർക്കും മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചൊറിഞ്ഞും നമ്മുടെ പിന്നാലെ നടന്നും പലതും ചോദിച്ചു ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരോടൊക്കെ സത്യം തുറന്ന് പറയണമെന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം, നമ്മുടെ മക്കൾ തമ്മിലുള്ള കാര്യം, നമ്മുടെ മക്കളും ഭർത്താക്കന്മാരും തമ്മിലുള്ള കാര്യം, അതൊക്കെ ഇപ്പോൾ അവർ ചോദിക്കുമ്പോൾ 100% അവരുടെ മുമ്പിൽ അത് വിളമ്പണമെന്ന് നമുക്ക് ആരാ പറഞ്ഞു തന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ സ്വകാര്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ മറ്റോട് ചോദിച്ചോട്ടെ, അതങ്ങനെയൊക്കെ പോണ്, അങ്ങനെ പറഞ്ഞ് നിർത്തിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഡെഫിനിഷനൊന്നും അവർക്ക് കൊടുക്കേണ്ടതില്ല. എന്തിനാ? പിന്നെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമ്മളത് കളവായിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കേണ്ട, അത്ര മതി. കാരണം നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയണമെന്ന് ഒരു നിയമവും അനുശാസിക്കുന്നില്ല അല്ലേ. രഹസ്യങ്ങൾ സീക്രട്സ് മസ്റ്റ് ബി സീക്രട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ആരോടും ഈവൻ അനിയത്തിമാരോട് വരെ തുറന്നു പറയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ വ്യാജവാദികളുടെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് അൻആമിൽ 26-ാം വചനത്തിൽ, അതായത് ജസാഅം വിഫാഖ എന്ന് പറഞ്ഞല്ലോ, അത് ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെ കുറിച്ചാണ് അല്ലേ. വേറെ മറ്റൊരു സ്ഥലത്ത് താഅൻ ഹിസാബ അല്ലേ, മതിയായ സമ്മാനമെന്നും പറഞ്ഞു. അപ്പം രണ്ടു കൂട്ടരുടെയും പ്രതിഫലത്തെ അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവർക്ക് സമാനമായ ശിക്ഷയും സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ 10 ഇരട്ടിയുമാകുന്നു അല്ലേ. അപ്പം നമ്മൾ സൽക്കർമ്മം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം 10 ഇരട്ടിയാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു മടിയുമില്ല അല്ലേ. അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിൽക്കുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം യാ നഫ്സി എന്ന് പറഞ്ഞു ഓടുന്ന അവസരത്തിൽ ലോക നിയന്താവ് തീരുമാനിക്കുന്നത് എന്തും പരിഭ്രാന്തിയോട് നിശ്ചലമായി കാത്തു നിൽക്കുന്ന ആ അവസരത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്ക് സാധിക്കും അല്ലേ. അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്കല്ലാണ്ട് അല്ലേ. ആ റൂഹ് വൽ മലായിക്കത്ത് സഫൻ സഫലെ, മലായിക്കത്തുകളും റൂഹുകളും എല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയം, മന്ദല്ലതി യഷ്ഫൗ ഇൻദഹു ഇല്ലാ ബിഇദ്നി, നമ്മളെല്ലായ്പ്പോഴും ആയത്തുൽ കുർസിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ആരുണ്ട് നമ്മളെ വിഷയത്തിൽ? അന്നേരം നമുക്ക് സംസാരിക്കാനില്ലേ, അള്ളാഹിനോട് സംസാരിക്കാൻ ആർക്ക് പറ്റും? ആർക്ക് ഷഫാഅത്തിന് സാധിക്കും? ഇതിനില്ല, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം. അതൊരു വല്ലാത്തൊരു നൃത്തമാണ്, വല്ലാത്തൊരു ഇതാണ്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മഹാപാപങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? 3 തവണ. അതായത് കുൽനാ ബലാ യാ റസൂലുള്ളാഹ്. അപ്പോൾ പറഞ്ഞ അതേ പ്രവാചകരെ, തങ്ങൾ പറഞ്ഞോളൂ. ഇഷ്റാഖു ബില്ലാഹി വ ഉഖൂഖുൽ വലിദൈനി വകാന മുത്തലിക ഫജലസ അല്ലേ. അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, മാതാപിതാക്കളെ ധിക്കരിക്കൽ. അപ്പോൾ ചാരി ഇരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ ഇരുന്ന ശേഷം പറഞ്ഞു, അറിയുക, കള്ളം പറയൽ, കള്ളസാക്ഷി നിൽക്കൽ എന്നിവ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പം കള്ളം പറയൽ മാത്രമല്ല, നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ ഇല്ലാത്തൊരു കാര്യം സാക്ഷ്യപ്പെടുത്തി അത് ഞാൻ കണ്ടിരിക്കുന്നത്, അത് അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു പറയൽ. അപ്പം അതും എന്താവും? കള്ളസാക്ഷ്യം നിൽക്കലാവും. അതായത് നമ്മുടെ താൽക്കാലികമായിട്ട് നമുക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടോ നമ്മളോട് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കള്ളസാക്ഷ്യം നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ മഹാപാപങ്ങളല്ലേ നിങ്ങളെക്കുറിച്ച് ഭയങ്കര
അള്ളാഹിൻ്റെ അടുത്തൽ ഭയങ്കര വലിയ പാപങ്ങളായിട്ട് എണ്ണിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. അള്ളാഹുവിലും അവൻ്റെ ഇന്നമൽ മുഅ്മിനൂനൽ ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും തിരുദൂതരിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും സ്വത്തുക്കളും ശരീരവും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുകയും ചെയ്തവരാണോ അവരാണ് വിശ്വാസികൾ, അവർ തന്നെയാകുന്നു സത്യവാന്മാർ. അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു സത്യസന്ധത ഭയങ്കര നല്ലതാണ്, സത്യസന്ധതയ്ക്ക് ഒരുപാട് പ്രതിഫലമുണ്ട്. ഞാൻ വീണ്ടും പിന്നെ അവസാനം പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യസന്ധന്മാരാരാണെന്നാണ് പറഞ്ഞത്? സത്യവിശ്വാസികളാണ്. അപ്പോൾ ഒരാൾ സത്യസന്ധനായി കഴിഞ്ഞാൽ അവരെ സത്യവിശ്വാസിയാക്കുന്ന ചുമതല ആരേറ്റെടുക്കും? അള്ളാഹു ഏറ്റെടുക്കും. നമ്മളൊരു സത്യവിശ്വാസിയായി മാറും. അല്ലേ? നമുക്കറിയാം قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ وَلَا هُمْ يَحْزَنُونَ. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പിന്നെ സത്യം ലംഘിച്ച് അള്ളാഹുവിനോട് ഒരു വാഗ്ദത്തം പറഞ്ഞിരുന്നില്ല. അത് ലംഘിച്ചതിൻ്റെ പേരിൽ ഭൂമി ലോകത്തേക്ക് അയക്കുകയും ഇറങ്ങിയത് ഇന്ത്യയിലാണെന്ന് പറയപ്പെടും. അള്ളാഹു ആലം. ഇതുപോലെ പല വിഷയങ്ങൾ, പല പല പരീക്ഷണങ്ങളും പല പല നബിമാർക്കും നേരിട്ടതാണല്ലേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ചൊറി ബാധിച്ചു. അങ്ങനെ 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 പല രോഗങ്ങളും പല വിഷമങ്ങളും പലതും. യൂസുഫ് നബി അലൈഹിസ്സലാം സത്യം പിന്നെ പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു. അപ്പോൾ സത്യം എത്ര കയ്പുള്ളതാണെങ്കിലും നമ്മളത് ആസ്വദിക്കണം. നമുക്ക് സ്വർഗത്തിൻ്റെ ഒരു മാധുര്യമായ രുചി നമ്മൾ ആസ്വദിക്കണം. അല്ലേ? പിന്നെ സത്യസന്ധന്മാർ സിദ്ദീഖുകൾ, അതായത് വഖൂൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖൻ അഖ്രിജ്നി മുഖറജ സിദ്ഖൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. അല്ലേ? അതായത് പിന്നെ നമ്മൾ രാവിലെ പോകേണ്ട ഒരു പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ആണല്ലേ ഇത്. അതായത് സത്യസന്ധതയുടെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും പിന്നെ സത്യത്തിൻ്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണേ. അല്ലേ? അപ്പോൾ അതൊരു നല്ല ദുആ ആണ്. ചെയ്യാത്തവർ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പുസ്തകത്തിൽ ആ ദുആ ഉണ്ട്. അത് ഇനിയിപ്പോൾ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങി ദിവസം അത് ചൊല്ലണം. അല്ലേ? സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പ്രവേശിപ്പിച്ച നമുക്ക് ഒരുപാട് പ്രതിഫലമുണ്ട്. അപ്പം സത്യസന്ധത വാക്കുകളിൽ മാത്രമല്ല, ഈ ഒരു ദുആ വളരെ പ്രധാനപ്പെട്ട ദുആ ആണ് കേട്ടോ. അത് സുബഹിക്കും തഹജ്ജുദിൻ്റെ സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. പിന്നെ സത്യസന്ധത നമ്മുടെ വാക്കുകളിൽ മാത്രമല്ല നിൽക്കേണ്ടത്, ഖൗലിലും ഫഅലിലും ഖുലുഖിലും. നമ്മളെ വാക്കുകളിൽ വേണം, ഫഅല് പ്രവൃത്തികളിൽ വേണം, ഖുലുഖിൽ വേണം. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരാളുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു വിവാഹാലോചന വരിക. അപ്പോൾ ആ പയ്യന് ആ വീട്ടുകാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ അവിടെ മോഡിഫൈ ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടീൻ്റെ ലൈഫ് ലോങ് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അല്ലേ? അപ്പോൾ അവിടെ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ സത്യസന്ധത എങ്ങനെ പാലിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത വീട്ടുകാരാണ്, നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടില്ല, നമുക്ക് പറയാൻ പറ്റൂല. അല്ലേ? നാളെ നമ്മൾ അവരെ മുഖത്ത് നോക്കേണ്ടത്, നമുക്ക് പുറത്ത് പോയി അന്വേഷിക്കാം എന്ന് പറയാം. കാരണം അവർ നമ്മൾ ആരും എല്ലാവരും അന്വേഷിച്ച് വരുന്നവരെ. അപ്പോൾ അങ്ങനെ പറയുന്നിരുന്നാൽ പോലും യഥാർത്ഥ വിധി പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് ദോഷം, അത് പറഞ്ഞില്ലെങ്കിൽ മറ്റവർക്ക് ദോഷം. അപ്പോൾ രണ്ടും പറയണ്ട. മനസ്സിലായില്ല? അങ്ങനെയും ചെയ്യാം. പിന്നെ വജഅൽനി ലിസാന സിദ്ഖൻ ഫിൽ ആഖിരീൻ. അല്ലേ? അതായത് നമ്മളെക്കുറിച്ചുള്ള പിന്നെ നല്ല കാര്യങ്ങൾ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പിൽക്കാലത്തും നമ്മളെക്കുറിച്ച് സൽകീർത്തി ഉണ്ടാവണേ എന്നുള്ളൊരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു ദുആ ഉണ്ട്. അതും നമ്മൾ ഒരുപാട് ദുആ ചെയ്യണം. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നല്ലതെന്തെങ്കിലും ചെയ്തു വെച്ചാൽ മാത്രമല്ലേ നല്ലത് പറയൂ. അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ അതിനൊരു ദുആ നമ്മൾ ചെയ്തു വെക്കണമല്ലോ. അല്ലേ? എന്തിനും നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണം. അതുപോലെ തന്നെ ഒരു ദുആ ചെയ്തു വെക്കണം. പിന്നെ മോമിനുകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്പെഷ്യൽ ദർജകളാണ്. അല്ലേ? രക്ഷിതാവിന് ഭയങ്കര സന്തോഷമാണ്. സത്യത്തിൻ്റെ പദവി എന്ന് പറഞ്ഞാൽ അന്നലഹും കദമ സുദ്ഖൻ എന്നാണ്. അത് സത്യത്തിൻ്റെ പദവി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പദവിയാണ്. പിന്നെ പ്രവാചകന്മാരുടെ ഒരു ക്വാളിറ്റിയാണ്, ബിഹേവിയർ ക്വാളിറ്റിയാണ് ഹോണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്. എല്ലാ പ്രവാചകന്മാരും സത്യം പറയുമായിരുന്നു. അല്ലേ? ആരും തന്നെ കളവ് പറഞ്ഞിട്ടോ വേറെ എന്തെങ്കിലും രീതിയിലോ. നോഹ് നബി അലൈഹിസ്സലാം കടലിൽ ചാടാൻ തന്നെ വിധിക്കപ്പെട്ട എന്താണ് അത്, പിന്നെ അദ്ദേഹം വിളിച്ചിട്ട് ആരും വന്നില്ല. അല്ലേ? എന്തെങ്കിലും കളവ് പറഞ്ഞിട്ടോ മായ
ആയകൾ കാട്ടിയിട്ടൊന്നുമല്ല. അള്ളാഹു എന്താണോ പറഞ്ഞത് ആ രീതിയിലാണ് തൗഹീദിലേക്ക് വിളിച്ചത്. എന്നിട്ട് ആരും വന്നില്ല അല്ലേ. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും ഒരു ക്വാളിറ്റി ആയിരുന്നു ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. നിങ്ങളെ ഈ ഒരു ഹൃദയത്തിൽ തൊട്ടിട്ട് നിങ്ങൾ സത്യം ചെയ്തോളൂ. ഞാൻ വെറും ഒരു 21 ദിവസം ഇതൊന്നും എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യട്ടെ. അതായത് നമ്മൾ എന്തൊരു കാര്യം, ഇപ്പോൾ തഹജ്ജുദ് നിസ്കാരമാവട്ടെ, ദിക്റാവട്ടെ, ദുആ ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ ദുഹ നമസ്കാരം, അങ്ങനെ എന്തും തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ആക്ച്വലി നമുക്ക് കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കണ്ട പല പ്രതിസന്ധികളും വിത്ത് ഇബ്ലീസ് ഇടപെട്ടിട്ടൊക്കെ അങ്ങനെ ലൈഫിൽ ഒരുപാടുണ്ടാകും. പക്ഷെ അത് നമ്മളത് ലൈഫ് ലോങ് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റില്ല. എന്തൊക്കെ പണി ഉണ്ടെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും ദുഹ നമസ്കരിച്ച് ശീലമായ ഒരാളും അത് നിർത്തൂല. അതുപോലെ തന്നെ സത്യസന്ധത നിങ്ങൾ പാലിച്ചു നോക്കുക. പലപ്പോഴും പൈസയുടെ കാര്യത്തിലാണ് നമ്മളൊക്കെ വീട്ടിൽ ഭർത്താവിനോടോ മക്കളോടോ ഒക്കെ കളവ് പറയേണ്ടി വരുന്നത്. കളവ് പറയില്ല എന്നങ്ങ് ഉറപ്പിച്ച് കളഞ്ഞാൽ, ഞാൻ എത്ര കൊല്ലമായി ആ രീതിയിൽ ജീവിക്കുന്നത്, എനിക്ക് ഇന്ന് വരെ ആരോടും അത് പറയേണ്ടതായിട്ട് ഇങ്ങനെ കളവ് പറയേണ്ടതായിട്ട് ഒരു അവസരം വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാം അല്ലേ. അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇതുപോലെ കവറപ്പ് ചെയ്ത് സംസാരിക്കാം, സത്യം പറയാത്ത രീതിയിൽ പറയാം, അല്ലെങ്കിൽ പറയണ്ട. അങ്ങനെ സത്യസന്ധന്മാരുടെ ഒരു ഗുണം എന്താ വെച്ചാൽ വാക്ക് പാലിക്കുന്നവനാണ് അല്ലേ. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പ അല്ലേ, അത് അവൻ സത്യസന്ധനായിരുന്നു, വാക്ക് പാലിക്കുന്നവനായിരുന്നു. പിന്നെ സത്യസന്ധത സ്വഹാബത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. സഹാബ കിറാമുകളിൽ ഏറ്റവും വലിയ സത്യസന്ധൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സ്വഹാബാക്കളിൽ ഏറ്റവും വലിയ സത്യസന്ധൻ ആരാ? അതെ, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേര് തന്നെ ഉണ്ടല്ലേ, സിദ്ദീഖ്, സദക്ക സിദ്ദീഖ് അല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും വലിയ സത്യസന്ധൻ. അത് അങ്ങനെ ഏറ്റവും വലിപ്പം പറയാൻ കാരണം എന്താ? ഇസ്രാ മിഅ്റാജ് രാത്രിയിലെ കുറിച്ച് ആരോ പറഞ്ഞു കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞിട്ടുമില്ല, നേരിട്ട് കേട്ടിട്ടുമില്ല. പക്ഷെ ആരോ പറഞ്ഞു, നബി പറഞ്ഞു എങ്കിൽ അത് സത്യമായിരിക്കും. അപ്പം അന്നാണ് ആ പേര് വീണത്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിനെ കുറിച്ചിട്ടും സിദ്ദീഖത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരുപാട് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ യഹ്യാ നബി വന്ന് ചോദിക്കുന്നത് എവിടുന്ന് കിട്ടി മറിയാം, അന്നേരം പറയുന്നത് എന്താ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ ആ ഒരു പേരിലും അവർക്കും സിദ്ദീഖത്ത് എന്ന പേര് വീണിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പണ്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവൂലേ, നിസാര കാര്യത്തിൽ ഒരിക്കലും പറയരുത്. എന്തിനാ നിസാര കാര്യത്തിന്? വലിയ വലിയ കാര്യത്തിന് പിന്നെ എമർജൻസിക്ക് ബുദ്ധിമുട്ടിന് പറഞ്ഞു പോയെങ്കിൽ പോലും ഇനി അതും പറയണ്ട. പക്ഷെ നിസാര കാര്യങ്ങൾ സത്യത്തിന് പതിവാക്കിയവർ നിർത്തുക. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കൊയിലാണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ വടകര എത്തിയെന്ന് പറയുന്ന അങ്ങനത്തെ സത്യം കളവുകൾ അതൊക്കെ ഒരിക്കലും പറയാണ്ടിരിക്കുക, സത്യം തന്നെ പറയാം. പിന്നെ സത്യസന്ധതയിൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. മിസ്രിലെ രാജാവിൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം വിശേഷിപ്പിച്ച് അള്ളാഹു ഇപ്രകാരമാണ്: യൂസുഫ് അയ്യുഹ സിദ്ദീഖു ഹഫ്ന ഫി സബഇ ബഖറാത്തിൻ സിമാനി യഅകുലുന സബൂന ഇജാഫിൻ വസബഇൻ സുംബുലാത്തിൻ ഖുദറിൻ വഉഖറ യാബിസാത്തിൻ ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ അല്ലേ. അതായത് അടുത്ത സത്യസന്ധനായ യൂസുഫ് തടിച്ച 7 പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്ന കാര്യത്തിലും 7 പച്ചക്കതിരുകൾ വേറെ 7 ഉണങ്ങിയ കതിരുകളുടെ കാര്യത്തിലും ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ട് എന്ത് പറയുന്നുണ്ട്? സത്യസന്ധൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളുണ്ട്, ഭയങ്കര ചാരിറ്റി പ്രവർത്തകനായിരിക്കും. ഒറ്റ സുന്നത്ത് നമസ്കാരമോ സുന്നത്ത് നോമ്പോ ഒന്നും വിടൂല, നല്ല തഖ്വയും നല്ല ദീനൊക്കെ, പക്ഷെ ഒരു കൂസലും ഇല്ലാണ്ട് കളവ് പറയും അല്ലേ. അതുപോലെ പൈസ കൊടുത്താൽ മടക്കി കൊടുക്കുന്ന കാര്യത്തിലും അവരെന്തായിരിക്കും? പിന്നെ മടി കാണിക്കുന്നവരായിരിക്കും അല്ലേ. അങ്ങനെ നീട്ടിപ്പറഞ്ഞ് ഇടങ്ങാറാക്കിയില്ലേ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. നമ്മൾ മുഅ്മിനുകളും മുത്തഖികളും ആവണമെങ്കിൽ എന്താക്കണം? അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം അല്ലേ. ഈ നിസ്കാരം പോലെ നോമ്പ് പോലെ ദിക്ർ പോലെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു വസ്തുതയാണ് എന്ത്? സത്യം അല്ലേ. സത്യം നമ്മൾ ഒരു കാരണവശാലും
പിന്നെ അത് അതിന് സെക്കൻഡറി ആയിട്ട് ഇടരുത് അല്ലേ. നിസ്കാരവും നോമ്പും ചാരിറ്റിയൊക്കെ ഭയങ്കര വൃത്തിക്ക് നടക്കും. പക്ഷേ പൈസൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ കടം കൊടുത്താൽ തിരിച്ച് വാങ്ങാൻ ചെന്നാലൊക്കെ ഒരു തരം ഒരു ചിറ്റമ്മ നയം കളിക്കുന്നത് കാണാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആയിപ്പോരുത്. പിന്നെ കള്ളസാക്ഷ്യം പറയരുത്. ഇല്ലാത്ത കാര്യത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വേണ്ടി വാദിക്കാനൊന്നും പോകരുത്. അതും വലിയ അബദ്ധമാണ്. പിന്നെ കളവ് പറയലും കള്ളസാക്ഷ്യം വഹിക്കലും മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ, അപ്പോൾ അത് സാധാരണ പാപമല്ല, മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് പറയുന്നത്. ധർമ്മനിഷ്ഠമായ സമൂഹത്തിൻ്റെ നിർമ്മിതിയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സത്യസന്ധത. വിശ്വാസത്തിലും ധർമ്മത്തിലും അത് പുലർത്തണം, കർമ്മത്തിലും അത് പുലർത്തണം. മാതാപിതാക്കളും ഗുരുനാഥന്മാരും സാമൂഹ്യ പ്രവർത്തകരും വളർന്നു വരുന്ന തലമുറക്ക് ഈ വിഷയത്തിൽ മാതൃകയാവണം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളോടൊക്കെ ഈ വിഷയത്തിൽ മാതൃക കാട്ടിക്കൊടുക്കണം. സത്യം മാത്രമേ പറയാം. അതായത് കുട്ടികൾക്ക് നല്ല ചൊട്ടയിലെ ശീലം ചുടല വരെയാണല്ലോ. അപ്പോൾ എന്താക്കണമെന്ന് വെച്ചാൽ കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ച് നമ്മൾ അടിക്കുക, നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പറയണം, ആരാണോ സത്യം പറഞ്ഞത് ഓൻ അടില്ല, ഓന് ചീത്തല്ല, ഓനൊന്നും കാട്ടൂല. അപ്പം പിന്നെ കുട്ടികൾ മുമ്പോട്ട് വന്നിട്ട് പറയും, ഞാൻ ഓനെ അടിച്ചതാണ്, സത്യം പറയും, ഞാൻ ഓനെ അടിച്ചത്. അപ്പം എന്ത് പറയണം, നീ രക്ഷപ്പെട്ടു, നിന്നെ ഞാനൊന്നും ചെയ്യൂല അല്ലേ. അപ്പോൾ സത്യത്തിനൊന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് സംസാരിക്കുകയും വേണം. കുട്ടികളോടൊക്കെ എല്ലാ രീതിയിലും സത്യം ഇനിയിപ്പോൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ രണ്ടടി കൂടുതൽ കൊടുക്കുന്ന തള്ളമാരുണ്ട് അല്ലേ. ചിലപ്പോൾ വീണ് കഴിഞ്ഞാൽ വീണെടുത്തിട്ട് അടിക്കുക എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക. സത്യം പറഞ്ഞ കുട്ടീനെ തലോടി കൊടുക്കുക. അപ്പം നല്ല മോനാണ്, ഇവനൊരടി മറ്റവനെ അടിച്ചെങ്കിൽ പോലും സത്യമാണ് പറഞ്ഞു. ദിൽഷ ഒന്ന് മ്യൂട്ടാക്കണേ. പിന്നെ സത്യസന്ധന്മാരുടെ മറ്റു പല ക്വാളിറ്റീസ് അല്ലേ. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ജാമ്യം നിൽക്കാം, നിങ്ങൾ സംസാരിച്ചാൽ സത്യം പറയുക അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾ കരാർ ചെയ്താൽ പൂർത്തീകരിക്കുക, നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്ത് നിർവഹിക്കുക. ഈ അമാനത്ത് എന്ന് പറയുന്നത് സ്വർണവും പൈസയും മാത്രമല്ല കേട്ടോ. അടുത്ത വീട്ടിലുള്ളവർ എവിടെയെങ്കിലും ടൂറ് പോകുമ്പോൾ നമ്മളെ കയ്യിൽ തന്ന് സ്വത്ത് പൈസയും പൗനൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കുക, അതൊരു അമാനത്താണ്. പക്ഷേ അവർ പറയണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അതും അമാനത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ലേഡീസിൻ്റെ ഭാഗത്ത് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് രഹസ്യങ്ങൾ വിട്ടു പറയുക, അതും ഒരു അമാനത്താണ്. പിന്നെ ഗുഹ്യാവയമങ്ങൾ സൂക്ഷിക്കുക സത്യസന്ധന്മാരുടെ ക്വാളിറ്റീസാണ്. നിങ്ങൾ ദൃഷ്ടികൾ താത്തുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ തെറ്റുകളിൽ നിന്ന് തടുക്കുക. പിന്നെ നമ്മൾ ഈ അങ്ങാടിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആണുങ്ങളെ മുഖത്തേക്കൊക്കെ നോക്കി അവിടെ നോക്കി ഇവിടെ നോക്കി ഒന്നും നടക്കരുത്. മാക്സിമം താഴോട്ട് നോക്കി നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലേ. മുസ്നദ് അഹമ്മദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖുൽ അയുനബ്ബിഉകും ബിഖൈരിൻ മിൻ ദലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അസ്വാജും മുതഹറത്തും വറിദ്വാനും മിനല്ലാഹ്. അതായത് നബിയെ പറയുക, ഇഹലോകത്തേക്കാൾ നിങ്ങൾക്ക് ഗുണകരമായത് ഞാൻ പറഞ്ഞു തരട്ടെയോ. സൂക്ഷ്മത പാലിച്ചവർക്ക് തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുമുണ്ട്. അവരവിടെ അധിവസിക്കുന്നവരായിരിക്കും. നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ക്ഷമ കൈകൊള്ളുകയും സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമത്തിൽ പാപമോചനം തേടുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും സത്യം മാത്രം ചെയ്ത് അങ്ങനെ സ്വർഗത്ത് പോകാം അല്ലേ. സത്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാളിറ്റികളൊക്കെ നമ്മളിൽ ഇൻബിൽട്ടായിട്ട് വരും. എന്തെല്ലാം ചെയ്യും, അവരെ നമ്മെ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കും. പിന്നെ ധാരാളമായിട്ട് പ്രാർത്ഥിക്കും അല്ലേ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ പോലെയുള്ള ഒരുപാട് ദുആകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കും. ക്ഷമ കൈക്കൊള്ളും. സത്യം പാലിക്കുന്നവർ ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവർക്ക് ഒരു തഖ്വ അള്ളാഹു ഇട്ട് കൊടുക്കും അല്ലേ. തഖ്വ നമ്മളെ ഉള്ളിലില്ലെങ്കിൽ പോലും തഖ്വ നമ്മിൽ അള്ളാഹു ഇട്ട് തരും. പിന്നെ ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരുമാകുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ ബാക്കിയുള്ള ഗുണങ്ങളെല്ലാം അല്ലേ, നമ്മളങ്ങനെ ഈ ബാക്കിയുള്ള ക്വാളിറ്റീസൊക്കെ നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്താക്കാം, പിന്നെ സ്വർഗത്തിലേക്ക് നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സാണ് ഇതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ള വിഷയത്തിനെ കുറിച്ചിട്ടാണ്. ഇത് 2 ക്ലാസ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന. അടുത്ത ക്ലാസ്സിൽ പറയുന്നു ഇൻഷാ അല്ലാഹ്.